നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ രീതിയിലുള്ള കോളിളക്കങ്ങളാണ് ഉണ്ടായത്. ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെയാണ് ഈ ഒരു സംഭവം വഴിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നത്, ഈ ഒരു വിഷയം രാഷ്ട്രീയമായി ആരെയാണ് തുണച്ചിരിക്കുന്നത്? BJP ആണോ, സഭയെയാണോ, അതോ ഇടതുപക്ഷ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയാണോ എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. പ്രീത, ഈ വിഷയത്തിൽ ആകെ ഗുണമുണ്ടാകാൻ പോകുന്നത് കോൺഗ്രസ് ആണ്. ശബരിമല സമരം പോലെ തന്നെ കോൺഗ്രസിന് ഒരു എഡ്ജ് കിട്ടാവുന്ന ഒരേ ഒരു പരിപാടി മാത്രമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം സഭയ്ക്കും ഗുണമുണ്ടായിട്ടുണ്ട്. കാരണം സഭ ഒരു സംഘടിത വോട്ട് ബാങ്ക് ആണെന്നും ക്രിസ്ത്യൻ സമൂഹം സംഘടിത വോട്ട് ബാങ്ക് ആണെന്ന് അവർക്ക് തെളിയിക്കാനും അവരവിടെ ഇരുന്ന് എന്തു പിച്ചും പേയും പറഞ്ഞാലും രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലുമെന്നും സ്ഥാപിക്കാനുള്ള ആ ശ്രമം വിജയകരമായി അവർ പൂർത്തിയാക്കിയിരിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം കയ്യിലിരിക്കുന്ന പോവുകയും ചെയ്തു, ഇരിക്കുന്നത് എടുക്കാനും പറ്റിയില്ല എന്നുള്ള അവസ്ഥയിലാണ് BJP. കേരളത്തിലെ BJP നേതൃത്വം പറഞ്ഞതിന് എതിരഭിപ്രായമാണ് കേരളത്തിലെ സംഘപരിവാർ മുഖങ്ങൾക്കെല്ലാം. സ്വാമി ചിദാനന്ദപുരി സ്വാമികളടക്കം, ഹിന്ദു ഐക്യവേദി നേതാക്കളടക്കം, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാക്കളടക്കം രാജീവ് ചന്ദ്രശേഖറിന് എതിരായ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വോട്ട് ബാങ്ക്, കൃത്യമായി കിട്ടുന്ന വോട്ടുകൾ മറ്റു ഭാഗത്തു നിന്ന് ക്യാൻവാസ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വോട്ട് ഒളിഞ്ഞും തെളിഞ്ഞും കിട്ടാവുന്ന ഒന്നോ രണ്ടോ വോട്ടുകൾക്ക് വേണ്ടി ഭൂരിപക്ഷം കിട്ടേണ്ട വോട്ടുകളെ വെറുപ്പിച്ച അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ BJPക്കുള്ളത്. അതെന്തു തന്നെ ആയാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ ഉണ്ടായ ഗുരുതരമായ പ്രശ്നങ്ങൾ ഞാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇവിടെ മറ്റൊരു നറേറ്റീവ് കേന്ദ്ര സർക്കാരിനും BJPക്കും മൊത്തത്തിൽ ദോഷകരമാകുന്ന ഒരു നിലപാടാണ് കേരളത്തിലെ BJP നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവ് സ്വാധീനിക്കുന്നു എന്നൊരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപക്ഷെ അത്തരത്തിലുള്ള നറേറ്റീവുകൾക്ക് നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ പ്രോസിക്യൂഷനോട് വലിയ രീതിയിൽ എതിർപ്പ് വേണ്ട എന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, ചിലപ്പോൾ സർക്കാരാണല്ലോ ഇതിൽ അഭിപ്രായം പറയേണ്ടത്. ഇപ്പൊ പ്രോസിക്യൂഷൻ എതിർക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ജാമ്യം കിട്ടിയിട്ടുണ്ടാവുക. ഡയറക്റ്റ് ജുഡീഷ്യറിൽ ഇടപെട്ടു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത്തരം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന ചില ആൾക്കാർക്ക് വീണ് കിട്ടിയ അവസരമാവുകയാണിത്. ഇനി മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെ അടക്കം മൊഴി മാറ്റിയതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോ ആ മൊഴി മാറ്റിയതടക്കമുള്ള കാര്യങ്ങൾ ചില CPI നേതാക്കൾ, CPM നേതാക്കളുടെ ഒക്കെ ഇൻവോൾവ്മെന്റ് അടക്കമുള്ളവ പുറത്തു വരുന്നുണ്ട്. ഇനി ഞങ്ങൾ മതപരിവർത്തനം നടത്തി ജീവിക്കുമെന്നും ജീവിതകാലം മുഴുവൻ മതപരിവർത്തനത്തെ നിങ്ങൾ കുടപിടിക്കണമെന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട എന്ന കൃത്യമായ സന്ദേശം നൽകാൻ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സംഘടിത വോട്ട് ബാങ്കാണ്, സംഘടിത ശക്തിയാണെന്ന് തെളിയിക്കാൻ സഭയ്ക്കായിട്ടുണ്ട്. ഞങ്ങളുടെ മുന്നിലേക്ക് ആൾക്കാർ വോട്ട് തേടി വരും എന്ന പ്രീണന നയം BJPയുടെ ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്നായിരുന്നു BJP പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു പ്രീണന നയത്തിലേക്ക് BJP പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയായാലും, ഏത് സ്ട്രാറ്റജിയുടെ ഭാഗമായാലും കോർ എന്ന് പറയുന്നത് BJPയുടെ ഹിന്ദുത്വമാണ്. ഹിന്ദുത്വത്തെ തള്ളിപ്പറയാനുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ട് ഞാനൊരു സംഭവം പറഞ്ഞുതരാം. ജന്മഭൂമി ദിനപത്രത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് എന്റെ ഒരു സുഹൃത്തു കൂടിയായ ഒരു പെൺകുട്ടി ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയെ വിവാഹം കഴിച്ചു. ക്രിസ്ത്യൻ മതവിശ്വാസിയെ വിവാഹം കഴിക്കുന്നത് അവരുടെ പ്രശ്നമായിരുന്നില്ല. എന്നാൽ ഈ ഹിന്ദുവായ പെൺകുട്ടി ഒരു ക്രിസ്ത്യനായി മാറി പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ചു. നേരത്തെ അവർ അറിഞ്ഞതാണ് വിവാഹം കഴിച്ചു എന്ന്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചാൽ അവിടെ ഒന്നും ചെയ്യാനില്ല എന്നാണെന്ന് അവർ പറഞ്ഞത്. എന്നാൽ അതിനുശേഷം മതം മാറി പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ചതോടെ ആ ജേർണലിസ്റ്റായ യുവതിയെ ജന്മഭൂമിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. അപ്പോ അന്ന് അവർ പറഞ്ഞ ന്യായം, അന്ന് ഈ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ, അവിടെ MD ആയിരിക്കുന്ന കുമ്മനം രാജശേഖരനാണ്, എനിക്കറിയുന്ന കാര്യമാണ്. അന്ന് കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ പറഞ്ഞത്, ഇത് നമ്മുടെ പത്രവും നമ്മുടെ സംവിധാനങ്ങളും ഹിന്ദുത്വം പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അവിടെ നിന്നൊരാൾ മതം മാറിപ്പോയാൽ അയാളുടെ സ്വത്വത്തിൽ, അതായത് ക്രിസ്ത്യാനിയായി നമ്മുടെ കൂടെ നിന്നോട്ടെ, അല്ലെങ്കിൽ ഹിന്ദുവായി നമ്മുടെ കൂടെ നിന്നോട്ടെ, ഇവിടെ നിൽക്കുന്ന ഒരാൾ ക്രിസ്ത്യാനി വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ സ്വന്തം മതത്തിൽ നിന്ന് പരിവർത്തനം ചെയ്യപ്പെട്ട് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ അതിനെ നമ്മൾ അങ്ങനെയുള്ള ഒരാളെ ജോലിക്ക് വെക്കുമ്പോൾ തീർച്ചയായും അത് ഹൈന്ദവത അല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന് പറയുന്ന അതിന്റെ കടക്കൽ വെട്ടുന്ന വലിയ സംഭവമാണ്. അതുകൊണ്ട് അതിന്റെ കടക്കൽ കത്തിവെക്കുകയാണ്. അതുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞ ആയിരുന്നു കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ. ഇല്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ വിശദീകരിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞത് കള്ളമാണെങ്കിൽ വിശദീകരിക്കട്ടെ. അപ്പൊ ഞാൻ ആളെ പറയാം. അവരിന്നും ജേർണലിസ്റ്റായി തുടരുന്നുണ്ട്, ജേർണലിസ്റ്റാണ്. അപ്പോ അത്തരത്തിലുള്ള നിലപാടുകളുമായി വളരെ അതിശക്തമായി മുന്നോട്ട് പോയിരുന്ന BJP അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക്, ബാക്കി സംഘപരിവാർ പ്രസ്ഥാനങ്ങളെല്ലാം ഒറ്റക്കെട്ട, ബജറംഗദളിനെ തള്ളിപ്പറഞ്ഞു ഒക്കെ ചെയ്തെങ്കിലും ബാക്കി സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ട. മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. മതപരിവർത്തനം എന്ന് പറയുന്നത് അവിടുത്തെ ഓരോ സ്ഥലത്തും മതപരിവർത്തനം നടത്തുമ്പോൾ അവിടുത്തെ ഇൻഡിജിനസ് കൾച്ചറിനെയാണ് നശിപ്പിക്കുന്നത്. അപ്പോ പല രാജ്യങ്ങളിലും പല രാജ്യക്കാർക്കും അവരുടെ പൂർവികർ ആരെന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്.
മതപരിവർത്തനം തന്നെയാണ് മിഷണറി പ്രവർത്തനം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മിഷണറി പ്രവർത്തനം എന്നും ഓമനപ്പേരിട്ടുകൊണ്ട് ചെറിയ ചെറിയ സഹായങ്ങൾ പാവങ്ങൾക്ക് നൽകിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെയും ഇന്ത്യയിലെ ജനങ്ങളെയും ലോകത്തെ ജനങ്ങളെയും പറ്റിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തുന്നവർ തന്നെയാണ് ഇവർ. എങ്ങനെയാണ് മതപരിവർത്തനം നടന്നിട്ടില്ല അല്ലെങ്കിൽ നടത്തിയിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നത്? ഇന്ത്യയിൽ എവിടെയായിരുന്നു ഹിന്ദു അല്ലാത്ത അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നത്? സെമിറ്റിക് മതങ്ങൾ ഇവിടെ വരികയും സെമിറ്റിക് മതങ്ങളുടെ ഫലമായി സെമിറ്റിക് മതങ്ങളുടെ മതപരിവർത്തനവും മിഷണറി പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് കേരളത്തിൽ അത്തരത്തിൽ ആൾക്കാരുണ്ടായിട്ടുള്ളത്, ഇന്ത്യയിൽ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടായിട്ടുള്ളത്. മതപരിവർത്തനം ഇല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇനി ഈ പെൺകുട്ടികളെ ജോലിക്ക് കൊണ്ടുപോയതാണത്രേ. അതായത് ആ ബക്സർ മേഖലയിൽ നിന്നുള്ള MP തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ വലിയ ചർച്ചയായ സമയത്തൊക്കെ ലോക്സഭയിൽ അടക്കം ബക്സർ മേഖലയിൽ നിന്നുള്ള MP കൃത്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഛത്തീസ്ഗഡ് സർക്കാർ കൃത്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ BJP 2 വോട്ടിന് വേണ്ടി മുട്ടിലിഴയാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഏതായാലും ആ രീതിയെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സംഘപരിവാർ ഇടങ്ങളിൽ നിന്ന് വരുന്നത്. എന്ത് തന്നെ സ്ട്രാറ്റജിയുടെ ഭാഗം പറഞ്ഞാലും കോർ എന്ന് പറയുന്ന ഹിന്ദുത്വത്തെ തള്ളിപ്പറയുന്ന രീതി അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ നോക്കൂ, ഇവിടെ ഗുണമുണ്ടായിട്ടുള്ളത് നമ്മളിപ്പോ പറയും, ഇപ്പൊ ബ്രിട്ടാസിന് ഗുണമുണ്ടായി, ബ്രിട്ടാസിന്റെ കോമാളിത്തരമൊക്കെ നാട്ടുകാരേ ഉള്ളൂ. ബ്രിട്ടാസിന് ഗുണമുണ്ടായി എന്ന് പറയുമ്പോഴും കേരളത്തിലെ ഹൈന്ദവർ ബ്രിട്ടാസിനെ പിടിക്കണം. കാരണം കേരളത്തിൽ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ പള്ളിയിലുള്ള അല്ലെങ്കിൽ അമ്പലത്തിലുള്ള അല്ലെങ്കിൽ ഹിന്ദു സഖാവിന് കേരളത്തിലെ ജനങ്ങൾ ബ്രിട്ടാസിനെ നോക്കി പഠിക്കണം. ഒരു ഹിന്ദു സഖാവിന് അമ്പലത്തിൽ പോകാൻ കഴിയില്ല, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് കൈകൂപ്പാൻ കഴിയില്ല. പക്ഷെ അമൃതാനന്ദമയി മഠത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ ഏതോ ഒരു വിദേശി വന്നിരുന്ന എന്തോ പറഞ്ഞ സമയത്ത് വളരെ കൃത്യമായി തന്നെ അവിടെ പോയി ഇന്റർവ്യൂ എടുക്കാൻ ബ്രിട്ടാസിന് കഴിഞ്ഞിട്ടുണ്ട്. 2 അമ്മമാർക്ക് വേണ്ടി ഛത്തീസ്ഗഡിൽ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ ബ്രിട്ടാസിന് ഒരു പ്രശ്നവുമില്ല. ഹിന്ദു സഖാക്കന്മാർക്ക് പുറത്ത് അമ്പലത്തിനകത്ത് വെച്ച് വിവാഹം നടത്താൻ കഴിയില്ല. ബ്രിട്ടാസിന്റെ മകൾക്ക് മതേതരത്വം പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനാധിപത്യം പറയുന്ന ബ്രിട്ടാസിന്റെ മകളുടെ കല്യാണം നടക്കുന്നത് പള്ളിയിൽ വെച്ചാണ്. അപ്പോ ഏത് ക്രിസ്ത്യൻ സഖാവും ഏത് മുസ്ലിം സഖാവും അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിന് അനുകൂലമായി പ്രവർത്തിക്കുമ്പോൾ ഹിന്ദു സഖാക്കന്മാരും അത്തരത്തിലുള്ള ആൾക്കാരും, ഇനി കോൺഗ്രസ് നോക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥ. കോൺഗ്രസ് പിന്നെ ആർക്കും എന്തും ചെയ്യാവുന്ന അവസ്ഥയുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാർ മുട്ടിലെഴിയും. പാണക്കാട്ടേക്ക് എത്തിയാൽ അവർ മുട്ടിലെഴിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഹിന്ദുവായി ജീവിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ടാസ്കായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആത്മാഭിമാനമുള്ള ഹിന്ദുവായി ജീവിക്കുക എന്നുള്ളതാണ് ഇനി ടാസ്കായി മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മതപരിവർത്തനം എല്ലായിടത്തുമുണ്ട്, സാമൂഹിക യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ പോലും മതപരിവർത്തനം നടത്തുന്നില്ല എന്ന് എങ്ങനെയാണ് പറയുക? കേരളത്തിൽ സത്യസരണി എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ്? മുസ്ലിം മതവിഭാഗത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു, ക്രിസ്ത്യൻ മതവിഭാഗത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇത് കണക്കുകളിൽ വരുന്നില്ല. അതിന് കാരണം ഹൈന്ദവ വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരുന്ന അല്ലെങ്കിൽ ഭരണഘടന വിഭാവനം ചെയ്തിരുന്ന ആ തരത്തിലുള്ള അവരുടെ പിന്നോക്കാവസ്ഥയുള്ളത് കൊണ്ട് തന്നെ അവർക്ക് നൽകേണ്ടിയിരുന്ന സ്കോളർഷിപ്പ് അടക്കമുള്ളവ അടിച്ചു മാറ്റാനാണ് ഇവർ ഇങ്ങനെ പേരിൽ മാത്രം ഹിന്ദു നാമധാരികളും വിശ്വാസത്തിൽ ക്രിസ്ത്യൻ വിശ്വാസികളുമായി തുടരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കണക്കുകളിൽ അത് കാണാത്തത്. എനിക്ക് എത്ര പേരെ അറിയാം? എന്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന പല ആൾക്കാരും, എന്റെ ഓഫീസിൽ ഫുഡ് വെക്കാൻ വന്നിരുന്ന ക്യാൻറ്റീനിൽ ഉണ്ടായിരുന്ന ആൾ, അവർ ഇങ്ങനെയാണ്. അവർ ഹിന്ദുമത വിശ്വാസിയല്ല, അവർ ഹിന്ദുമത നാമധാരിയാണ്, എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്ന ആളാണ്. എന്നാൽ അവർ ക്രിസ്തു മതത്തിലാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ നിരവധി പേരെ എനിക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ എവിടെയാണ് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം, ഒരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹം പറയേണ്ട അഭിപ്രായം മൊത്തത്തിൽ ഹിന്ദു സംഘടനകൾ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്ക് അവരുടെ ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവിടെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടന്നിട്ടില്ല, അവിടെ മതപരിവർത്തനം നടന്നിട്ടില്ല. അപ്പോൾ എന്താണ് പറയുന്നത്? ഛത്തീസ്ഗഡ് സർക്കാർ കള്ളക്കേസ് എടുത്തതാണോ? അദ്ദേഹത്തിനോട് ചോദിക്കണം, മാധ്യമപ്രവർത്തകർ കൃത്യമായി ചോദിക്കണം, അദ്ദേഹം അതിന് മറുപടി പറയണം. ഛത്തീസ്ഗഡ് സർക്കാർ കള്ളക്കേസ് എടുത്തതാണോ? ഇവിടുത്തെ കന്യാസ്ത്രീകൾക്കെതിരെ കള്ളക്കേസ് എടുക്കാനുള്ള സാഹചര്യം എന്താണ്? ഇനി അഥവാ എടുത്തതാണെങ്കിൽ ഇതിനൊക്കെ അദ്ദേഹം മറുപടി പറയണ്ടേ? അവിടെയും ഇവിടെയും തൊടാതെ വർത്തമാനം പറഞ്ഞ് ഞാൻ എന്തോ മഹാസംഭവമാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് വരുത്തി തീർത്താൽ മാത്രം പോരല്ലോ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തെ ആരെങ്കിലും വഴിതെറ്റിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. കാരണം നമുക്കറിയാം ഈ ക്രിസ്തുമത വിഭാഗക്കാർ റോഡിൽ ഇറങ്ങിപ്പോ ഇസ്ലാം മത വിഭാഗക്കാർ പണ്ട് മുതലേ ഇഫ്താർ നടത്താറുണ്ട്. ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ BJP നേതാക്കന്മാരും എല്ലാവരെയും വിളിക്കാറുണ്ട്. അവരാരെങ്കിലും ഇഫ്താറിൽ വന്ന് ഞങ്ങളുടെ ഈന്തപ്പഴം കഴിച്ച കഥ പറഞ്ഞിട്ടുണ്ടോ? കേക്കിന്റെയും വൈനിന്റെയും അല്ലെങ്കിൽ കേക്കിന്റെയും ചായയുടെയും കഥ പറഞ്ഞത് ആരാണ്? ഈ ക്രിസ്ത്യാനികളെയാണോ? ഈ ക്രിസ്തുമത വിശ്വാസികളെയാണോ? ഈ പള്ളിയിലച്ചന്മാരെയാണോ ഇനി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുക? ഇവരാണോ വോട്ട് ചെയ്യുന്നത്? പിന്നെ കുറെ ക്രിസ്ത്യാനികൾ BJPയിലേക്ക് വന്നിട്ടുണ്ട്. ദേശീയധാരയോട് ആഭിമുഖ്യമുള്ള പരമ്പരാഗതമായ ചിലരും ഇനി മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് കരുതുന്ന ചില ക്രിസ്ത്യാനികളും BJPയിലേക്ക് വന്നിട്ടുണ്ട്. അത് അവരുടെ കാര്യം കാണാൻ വേണ്ടി തന്നെയാണ്, ഒരു സംശയവും ആ കാര്യത്തിലില്ല.
ഭാരതത്തിന്റെ സംസ്കാരത്തെ അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്കാരത്തെ, ബി ജെ പിന്റെ കോർ ഹിന്ദുത്വത്തെ അംഗീകരിച്ചുകൊണ്ടല്ല ഇവരാരും വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഒരുപാട് സംഘടനകളുണ്ട്, ട്രസ്റ്റുകളുണ്ട്. ട്രസ്റ്റുകൾക്ക് പണം വരണം, അതിന്റെ FCRI പോലുള്ള കാരണങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പള്ളിയിലച്ചന്മാർക്കും സഭക്കാർക്കും ഒന്നും BJPയെ കാണാതിരിക്കാൻ കഴിയില്ല. എന്തിനാണ് BJP ഇങ്ങനെ പോയി എനിക്ക് മനസ്സിലാവുന്നില്ല. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെ അരമനപൂർവ്വം നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സ്ട്രാറ്റജിയുടെ ഭാഗമൊക്കെ ആയിരിക്കാം. പക്ഷെ അവർക്ക് നമ്മളിലേക്ക് ഇത്രയും പ്രശ്നമുണ്ടായപ്പോഴും അവർക്ക് തള്ളിപ്പറയുമ്പോൾ പൊതുരംഗത്ത് വന്ന് ഞങ്ങൾ BJPയെ തള്ളിപ്പറയുന്നു എന്ന് പറയുക, എന്നിട്ട് രഹസ്യമായി പലപ്പോഴും മോദി അടക്കമുള്ളവരെ കാണാനുള്ള സമയം ചോദിച്ച അച്ഛന്മാരെയും പള്ളിക്കാരെയും പട്ടക്കാരെയും ഒക്കെ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൽ വളരെ കൃത്യമായി തന്നെ കാണാതിരിക്കാൻ കഴിയില്ല. ഭാരതം ഭരിക്കുന്ന സർക്കാരാണ്, സർക്കാരിനൊപ്പം സർക്കാരിന്റെ കൂടെ വരാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ തേടിപ്പിടിച്ച് വരുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ സത്യം പറഞ്ഞാൽ BJPയുടെ ആത്മാഭിമാനത്തെ പണയം വെച്ചുകൊണ്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയായിരുന്നു BJP. എന്തെങ്കിലും ഗുണമുണ്ടായോ? ഗുണമുണ്ടാകാൻ പോകുന്ന കോൺഗ്രസിനാണ്. കോൺഗ്രസിന്റെ വോട്ട് ബാങ്കുകൾ ഒന്നായി പരിണമിച്ചുകൊണ്ട് കോൺഗ്രസിന് മാത്രമേ ഗുണമുണ്ടാവുകയുള്ളൂ. ഛത്തീസ്ഗഡിൽ നേരത്തെ 4 പുരോഹിതന്മാരെയും അതുപോലെ പാസ്റ്റർമാരെ അടക്കം ഈ 2021 10 മാസത്തോളം ജയിലിൽ അടയ്ക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ അറിഞ്ഞിട്ടുണ്ടോ? അന്ന് ഛത്തീസ്ഗഡിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരാണ്. കോൺഗ്രസ് അറിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇപ്പോഴും കോൺഗ്രസ്, അവിടുത്തെ കോൺഗ്രസിന്റെ നിലപാട് വ്യത്യസ്തമാണെന്നേ. അവർ മതപരിവർത്തനത്തിനെതിരെയാണ്. അപ്പോൾ തീർച്ചയായും മനസ്സിലാക്കേണ്ട, കോൺഗ്രസ് പോലും മതപരിവർത്തനത്തിനെതിരാകുമ്പോൾ അവിടെ ഏതു തരത്തിലുള്ള മതപരിവർത്തന ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ചാണ് നാം ആലോചിക്കേണ്ടത്. അപ്പോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, BJPക്ക് ഒരു ഗുണവും ഈ വിഷയം കൊണ്ട് ഉണ്ടാവില്ല. ദോഷമല്ലാതെ BJPക്ക് ഒന്നും ഉണ്ടാവില്ല. വരുന്ന 2 തെരഞ്ഞെടുപ്പുകൾ അത് തെളിയിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല.